വേളാങ്കണ്ണിയിലെ ഏറ്റവും വലിയ ദേവാലയമാണിത്. മോർണിംഗ് സ്റ്റാർ. ഒരു 15,000 ആളുകളെ ഉൾക്കൊള്ളുന്ന ദേവാലയം. മോർണിംഗ് സ്റ്റാർ എന്നാൽ ഉഷകാല നക്ഷത്രം. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം സ്പെയിനിലുള്ള സന്ത്യാഗോ ദി കൊമ്പോസ്തെല്ലയാണ്. കൊമ്പോസ്തെല്ല അതൊരു നക്ഷത്രമാണ്, സ്റ്റെല്ലയാണ് ആ സ്ഥലം അടയാളപ്പെടുത്തി കൊടുത്തത്. 780 കിലോമീറ്റർ ആളുകൾ കാൽനടയായി അവിടെ സന്ദർശിക്കുന്നു. 100 കിലോമീറ്ററെങ്കിലും പോകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. മൂന്നാറിൽ നിന്നും കാൽനടയായി എല്ലാ വർഷവും വേളാങ്കണ്ണിയിലേക്ക് യാത്ര ചെയ്യുന്ന കുറച്ച് ചെറുപ്പക്കാരെയെങ്കിലും എനിക്കറിയാം വ്യക്തിപരമായിട്ട്. ഈ പള്ളിയുടെ ഫ്രണ്ട് ഡോറിൽ നല്ലിടയനും മാതാവിൻ്റെ 2 അത്ഭുതങ്ങൾ പോർച്ചുഗീസ് നാവികർക്ക് പ്രത്യക്ഷപ്പെട്ടതും പാൽക്കാരൻ പയ്യന് പ്രത്യക്ഷപ്പെട്ടതുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വേളാങ്കണ്ണി മൈനർ ബസിലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ടതിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് 2013 ഫെബ്രുവരി 10 ഈ പള്ളി വെഞ്ചരിച്ചത്. ജനതകളുടെ സുവിശേഷവൽക്കരണ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റായിരുന്ന കാർഡിനൽ ഫെർണാണ്ടോ ഫിലോണിയാണ് വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത്. ഭാരത കത്തോലിക്ക സഭ രൂപതാ വൈദിക സംഗമം വേളാങ്കണ്ണിയിൽ വെച്ച് നടത്തിയപ്പോൾ 1000 അച്ഛന്മാരാണ് പങ്കെടുത്തത്. നമ്മളിപ്പോൾ ഈ കാണുന്ന പൊസിഷനിൽ അൾത്താരയുടെ മുമ്പിൽ നേരെ നിൽക്കാനുള്ള ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരിക്കൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതാണത്. നേരെ ആളുകൾക്ക് 1000 പേർക്ക് കോൺസെലബ്രൻസ് ആയിട്ട് നിൽക്കാനുള്ളത്ര വലിപ്പം. കാഴ്ചയ്ക്ക് അത്ര ഭയങ്കരമായ വലിപ്പം തോന്നില്ലെങ്കിലും അത്ര വലിയ ഒരു ദേവാലയമാണ് ഇത്. വേളാങ്കണ്ണി മാതാവ് തൻ്റെ മക്കളെ ക്ഷണിക്കുന്നത് തൻ്റെ മകൻ്റെ ദിവ്യബലിയിലേക്കാണ്. അതാണ് ഈ അടയാളങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ രൂപമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട. ശിശുക്കളെ സ്വീകരിക്കുന്ന ഈശോ എല്ലാ മനുഷ്യരെയും കൈപിടിച്ച് ഈശോയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ അമ്മ. പ്രധാന ബസിലിക്കയിൽ നിന്നും മോർണിംഗ് സ്റ്റാർ ബസിലിക്കയിലേക്കുള്ള പാതയിലാണിത്. നമ്മൾ തിരിച്ചു പോകുന്നു. അവിടെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠയാണ് ഉള്ളത്. അതിൻ്റെ ആ പാദം, ആ പീഠം തന്നെ ഒരു 16 അടി ഹൈറ്റുണ്ട്. ഒരു 8-9 നില കെട്ടിടത്തിൻ്റെ ഉയരം, 80-90 അടി ഉയരത്തിൽ നിൽക്കുന്ന, കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന, അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന കർത്താവിൻ്റെ രൂപം. അതാണ് മോർണിംഗ് സ്റ്റാർ ബസിലിക്കയിലേക്ക് വരുന്ന ഏതാളുകളെയും സ്വാഗതം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഈ പാതകളും പദയാത്രകളും തീർത്ഥാടനവും എല്ലാം പ്രസക്തമാകുന്നത് ഇവിടെയാണ്. നമ്മളെല്ലാവരും നിത്യകരമായ ജെറുസലേം ലക്ഷ്യമാക്കി, ഇറ്റേണൽ സിറ്റി ഓഫ് ജെറുസലേം ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനകത്തേക്ക് പ്രയാണം ചെയ്യുന്ന പദയാത്രികരാണ് നാം എല്ലാവരും. ഒന്ന് കുരിശിൻ്റെ വഴിയിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. തിരിച്ച് ജപമാല ചൊല്ലി ബസിലിക്കയിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഇവിടം ഏവരെയും യാത്രക്കാരായി സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഈ പരിസരത്ത് നടപ്പിനൊപ്പം തന്നെ വിശ്രമിക്കുന്ന ആളുകളെയും നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും. ഈ പള്ളിയുടെ സൈഡിൽ, പള്ളിയുടെ മുറ്റത്ത് ആളുകൾ ഉറങ്ങാറുണ്ട്. കുമളിയിൽ നിന്നുള്ള പ്ലാന്ററായ പ്രിയ സുഹൃത്ത് ശ്രീമാൻ കുടു ഒരിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്, ഇവിടെയൊക്കെ ആളുകൾ ധാരാളം കിടന്നുറങ്ങുന്നു. അദ്ദേഹം എല്ലാ വർഷവും ഭാര്യയുമായി അവിടെ പോകുമ്പോൾ ഒരാഴ്ചത്തേക്ക് ഏറ്റവും നല്ല AC മുറി പള്ളിയുടെ അടുത്ത് തന്നെ ബുക്ക് ചെയ്യുന്നു. പക്ഷേ എന്നും പള്ളിയുടെ മുറ്റത്താണ് ഉറങ്ങുന്നത്. അതിൻ്റെ കാരണം ഒരു വിശ്വാസം അവിടെ നിന്ന് പറഞ്ഞു തന്നത്, പരിശുദ്ധ അമ്മ രാത്രിയിൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ പാദസ്പർശം ഏൽക്കാനുള്ള ഒരു താല്പര്യം. സ്വർഗം വിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന പരിശുദ്ധ അമ്മയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമി നമ്മെ ക്ഷണിക്കുന്നത് ആ ശാന്തതയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന് സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യത്തിൽ സ്വർഗം പ്രഖ്യാപിച്ച കർത്താവിലേക്ക് പരിശുദ്ധ അമ്മയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കലേക്ക് വരിക, ഇവൻ പറയുന്നത് കേൾക്കുക എന്ന് നമ്മോട് പറഞ്ഞു തരുന്ന ഇടം കൂടിയാണ് വേളാങ്കണ്ണി. ഇവിടെ കർത്താവ് നമുക്കായി കാത്തിരിക്കുന്നു. അവന് വേണ്ടി കാത്തിരിക്കാനുള്ള ഇടങ്ങൾ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഈ നിത്യാരാധന ചാപ്പൽ. അത് കുമ്പസാരത്തിന് ഒരുങ്ങാനുള്ള ഒരു ശാന്തതയുടെ ഇടം കൂടിയാണ്. ഇവിടെ നിന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് അധികം ദൂരമില്ല, തൊട്ടടുത്താണ്. നമ്മൾ വേളാങ്കണ്ണി നമ്മെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുന്നു. അമ്മയിലൂടെ മകനിലേക്ക് ചെല്ലാൻ,
അവൻ്റെ കൂദാശകളിലേക്ക് അണയാൻ അവൾ നമ്മെ ക്ഷണിക്കുന്നു. കുമ്പസാരിക്കാൻ, കുർബാന സ്വീകരിക്കാൻ, പൂർണ്ണ ദണ്ഡവിമോചനം ഉൾക്കൊള്ളാൻ, പ്രാർത്ഥനയിൽ നിലനിൽക്കാൻ. കർത്താവിനോടൊപ്പം ഫോട്ടോ എടുക്കാനുള്ള ഒരു ശില്പമാണ് അത്. അവൻ കാത്തിരിക്കുന്നു ഈ കൂദാശയുടെ ഇടത്ത്, ഈ നിത്യാരാധനാ ചാപ്പലിൽ. അവിടെ നമുക്കും അവന് വേണ്ടി കാത്തിരിക്കാം. നല്ല ഉത്തരവാദിത്വ ബോധമുള്ള പ്രത്യാശയുടെ തീർത്ഥാടകരായി പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയിലേക്കുള്ള പ്രയാണം തുടരാം.